എൻ്റെ പേര് റെക്സ്. എൻ്റെ ഭാര്യ എലിസബത്ത് റെക്സ്, മോള് എമി, മോൻ എബി. രണ്ടുപേരും ഞങ്ങൾ പറഞ്ഞത് ചെന്നൈയിൽ നിന്നാണ്. ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈയിലാണ്. വൈഫ് വന്നിട്ട് ഇവിടെ കളവൂരാണ്. ഈ കൃപാസനം ഞങ്ങൾക്ക് അറിയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ വെക്കേഷന് എപ്പോഴും വരുമ്പോൾ ഞങ്ങൾ വള്ളാർപാടം പള്ളി പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ കൃപാസനം പള്ളി ഉണ്ട്, മാതാവ് ഇവിടെ പ്രതിഷ്ഠപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ വൈഫിൻ്റെ അമ്മ പറഞ്ഞ് അവിടെ പോയി കയറിയിട്ടും കൂടി വാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടെ. വള്ളാർപാടം പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ കളവൂർ വന്നിട്ട് ഈ പള്ളി തപ്പാനായിട്ട് ഒരു സ്ഥലത്ത് കാറെ നിർത്തിയിട്ട് ഇറങ്ങി നോക്കിയപ്പോൾ കൃപാസനം പള്ളി വാതിക്കലാതെ വണ്ടി വന്ന് നിന്നെ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, ഞങ്ങൾക്ക് കുറേ അനുഗ്രഹം കിട്ടിയ ഒരു ഫീലിങ്. പിന്നെ അകത്ത് കയറി വന്നപ്പോൾ ജോസഫ് അച്ഛൻ പുറത്ത് ഇറങ്ങി വന്ന് ഞങ്ങൾ കണ്ടു. ഞങ്ങളെല്ലാവരും തലയ്ക്ക് പിടിച്ച് അടിമ വെച്ച് പ്രാർത്ഥിച്ച് അപ്പോഴേ ഞങ്ങൾ പിറ്റേ ദിവസം വന്ന് ഞങ്ങൾ രാവിലെ ധ്യാനം കൂടി, കുർബാന ദാനം കൂടിയിട്ട് പോയി. 2017 ഞങ്ങൾ ആദ്യം ഇവിടെ വന്നേ. അതിനുശേഷം 2019 എൻ്റെ ഉടമ്പടി എടുക്കാനായിട്ട് ഒരു അവസരം കിട്ടി. ഉടമ്പടി എടുത്തിട്ട് നാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമല്ല, നാട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. 10 വർഷമായിട്ട് തൈറോയിഡ് പ്രശ്നത്തിൽ ദിവസം ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. 6 മാസത്തിന് ഒരു വട്ടം ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ടെസ്റ്റ് എടുത്തിട്ട് അതിന് അനുസരിച്ച് ഗുളിക കൂട്ടിയോ കുറച്ചോ കൊടുക്കും. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് നാട്ടിൽ പോയിട്ട് നെക്സ്റ്റ് ടെസ്റ്റിൽ തന്നെ തൈറോയിഡ് പൂർണ്ണമായിട്ട് ഗുണമായി. കൂടിയുമില്ല കുറഞ്ഞുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഗുളിക കളിക്കണ്ട എന്ന് പറഞ്ഞു വിട്ട്. പിന്നെ 6 മാസം കഴിഞ്ഞ് പിന്നെയും ടെസ്റ്റ് എടുത്തു, അതിലും തൈറോയിഡ് ഇല്ല. പിന്നെ അടുത്ത ഒരു ടെസ്റ്റും 3ാമതും ടെസ്റ്റ് എടുത്തപ്പോൾ അതിന് തൈറോയിഡ് ഇല്ല. സോ പൂർണ്ണമായിട്ട് ഗുണമടഞ്ഞത് മാതാവിന് ഒത്തിരി നന്ദി. 2ാമത് അനുഗ്രഹം കിട്ടിയത് എൻ്റെ മോൻ ജോലിക്കാരിയാണ്. BE ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് 1 വർഷമോളം വീട്ടിൽ തന്നെ കുത്തിയിരുന്നു. പേരൻസായ എല്ലാവർക്കും അറിയാം, മകൻ പഠിച്ചിട്ട് വീട്ടിലിരിക്കുമ്പോൾ എല്ലാവർക്കും എന്ത് പ്രശ്നമോ എങ്ങനെ സങ്കടം ഉണ്ടാവണം. അത് ഞാൻ ഒത്തിരി അനുഭവിച്ചു. ഒത്തിരി പേർക്ക് എൻ്റെ കമ്പനി തന്നെ ഞാൻ ജോലി മേടിച്ച് തന്നിട്ടുണ്ട്. എല്ലാ കമ്പനിയിലും എനിക്ക് ഫ്രണ്ട്സുകളുണ്ട്. എല്ലാവർക്കും കുറേ പേർക്ക് ഞാൻ ജോലി മേടിച്ച് തന്നു. പക്ഷേ എൻ്റെ മോന് ഒരു ജോലി കിട്ടാനായിട്ട് അത്രയും പ്രയാസം. ഇവിടെ 2025 റാലിക്ക് കൂടി. ഞങ്ങൾ ഒക്ടോബർ മാസം റാലിക്ക് കൂടിയിട്ട് ഞാൻ ചെന്നൈയിലെ എൻ്റെ ഇടവകയിൽ പള്ളിയിൽ ഈ കൃപാസന മാതാവ് പ്രതിഷ്ഠപ്പെട്ട ഡിസംബർ 7-ാം തീയതി ഞങ്ങൾ പള്ളിയിൽ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാൾ വന്നു എൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഞാൻ ഫോൺ എടുക്കണോ വേണ്ടേ, പള്ളിയിലല്ലേ ഇരിക്കണേ കുർബാന തുടങ്ങിയില്ലായിരുന്നു, ഞങ്ങൾ നേരത്തെ പോയി. അപ്പോൾ ഞാൻ എടുത്തിട്ട് പോയി പുറത്തിരുന്ന് സംസാരിച്ചപ്പോൾ പറയുന്നത് മോൻ എന്തെടുക്കുന്നു എൻ്റെ ചോദിച്ച്. ഞാൻ പറഞ്ഞ് വെറുതെ ഇരിക്കുക, ഓക്കെ ഒരു ജോലിയുണ്ട് ഞാൻ പറയാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പം തന്നെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ജനുവരി മാസത്തിൽ അവന് ട്രെയിനിങ്ങിന് വരാൻ പറഞ്ഞ് 10 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ ആ കമ്പനി തന്നെ നല്ല ഒരു ജോലിയും കിട്ടി, നല്ല ശമ്പളത്തും കൂടി. അവൻ്റെ കോറിൽ തന്നെ ഇലക്ട്രോണിക്സ് പഠിച്ചതിൻ്റെ അത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനി, അത് ഡയഗ്നോസ്റ്റിക്സ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ മാനുഫാക്ചറിങ് കമ്പനിയിൽ തന്നെ ജോലി കിട്ടി. ഇപ്പോൾ നല്ല ഒരു രീതിയിലിരിക്കുക. പിന്നെ അമ്മയുടെ ഗിഫ്റ്റാണ് ഇതൊക്കെ. ഭയങ്കര ഡിസംബർ 7-ാം തീയതി തന്നെ എനിക്ക് കാൾ വന്നതിന് ഭയങ്കര സന്തോഷം. അത് ഒരു പെരിയ ഇതാണ്. പിന്നെ 3ാമത്തേത് എൻ്റെ മോൾക്ക് കാനഡയിൽ പോകണമെന്ന് ആഗ്രഹം. അപ്പോൾ BTech IT കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് കാനഡയ്ക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ആഗ്രഹം തള്ളി നിന്നു. ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ CEO ചൈനീസാണ്, ഡോക്ടർ കാത്രിൻ ചെൻ, അമേരിക്കയിലെ സ്റ്റേ. അവർ എപ്പോൾ വന്നാലും ഞാൻ കൂടെ പോകും. അവരുടെ കൂടെ എവിടെ പോകണമെങ്കിലും ഞാൻ മീറ്റിങ്ങിന് അവിടെ എല്ലാം ഞാൻ കൂടെ പോകും. അപ്പോൾ ഞാൻ ആ വണ്ടി ഓടിക്കണം അവർക്ക്.
എൻ്റെ അടുത്ത് ചോദിച്ചു മകൾ എന്ത് എടുക്കുന്നത്. ഞാൻ പറഞ്ഞ് അവൾക്ക് കാനഡ പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് വെറുതെ വിട്ട്. പിന്നെ പിറ്റേ ദിവസം അത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കാനഡ പോകാൻ പറ്റിയില്ല. 2023 ഞങ്ങൾ റാലി കൂടി. ആ റാലി കൂടിയിട്ട് നാട്ടിൽ പോയിട്ട് ഇരിക്കുമ്പോൾ അടുത്ത മാഡം വന്നിട്ട് ചോദിച്ച് എൻ്റെ അടുത്ത് മോൾ കാനഡ പോയാ ഇല്ലയാ എന്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞ് പോയില്ല. എന്താ അവർക്ക് അയർലാൻഡിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ്. അയർലാൻഡാ, ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് കൺട്രി, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പറഞ്ഞു വിടുന്നില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, വാട്ട് യു തിങ്ക്, ഐ വിൽ ഗീവ് 50%. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷാക്ക്. ഞാൻ അപ്പോൾ ഓർത്തതാ മാതാവിനെ. അയ്യോ, എനിക്ക് അനുഗ്രഹം കിട്ടിയല്ലോ മാതാടെ. 50% പൈസ എന്ന് പറഞ്ഞാൽ പകുതി 50 ഞാൻ എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ, മാതാവ് തരും. ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും. പിന്നെ ആ 50% പൈസയും അങ്ങനെ ഒപ്പിച്ചിട്ട് ഇപ്പോൾ മോള് അയർലാൻഡിൽ പോയി സ്റ്റഡീസ് കഴിഞ്ഞില്ല. ഓഗസ്റ്റിൽ ഫൈനൽ എക്സാം ഒരെണ്ണമുണ്ട്. അത് എഴുതി കഴിഞ്ഞാൽ ഡിഗ്രി കിട്ടും. ഇതും ഒരു കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന കൂടി. തൈറോയിഡിന് ഉടമ്പടി വസ്തുക്കളെല്ലാം തേച്ചിട്ടാണ് അതെല്ലാം ഗുണമായത്. അതേപോലെ തന്നെ മോൾക്കും ഞങ്ങൾ എല്ലാം പ്രാർത്ഥിച്ച് വീട്ടിലെ എല്ലാം ഉടമ്പടി വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് രണ്ടുപേർക്കും മോന് ജോലി കിട്ടിയതും മകൾക്ക് അത് വിസ കിട്ടി എല്ലാം സുഖമായിട്ട് ഇരിക്കുന്നതും. കാരുണ്യ പ്രവർത്തനം ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകുന്ന തമിഴ് പത്രം എൻ്റെ ഓഫീസിലുള്ള എല്ലാവർക്കും പോയി ഇങ്ങനെ ചോദിക്കും. ഞാൻ ഫസ്റ്റ് വായിക്കുമോ, കൊടു അങ്ങനെ ചോദിക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. എന്താണെന്നറിയാം, അവർ നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊടുത്താൽ അവർ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യും. എനിക്ക് എൻ്റെ വൈഫ് പറഞ്ഞു അങ്ങനെ ഒന്നും കൊടുക്കണ്ട, വായിക്കുവാണെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൊളീഗിന് ഞാൻ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ അവർ പത്രം മേടിച്ചിട്ട് വീട്ടിൽ പോയി മൊത്തം പഠിച്ചിട്ട് പിറ്റേ ദിവസം ഒന്നും വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്, റെക്സ് സാർ, പത്രത്തിൽ ഇരിക്കുന്ന കണക്ക് തന്നെ ഇപ്പോൾ എൻ്റെ സ്റ്റേജാണ്. എനിക്ക് എന്ത് ആവശ്യമുണ്ടോ അത് തീരുമാനം ഈ പത്രത്തിൽ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് അവർ പറഞ്ഞപ്പോൾ അതും എനിക്ക് ഒരു സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ പള്ളി എവിടെ ചെന്നൈയിലുള്ള എല്ലാ പള്ളിയും പോകും. പിന്നെ അടുത്തുള്ള പള്ളികളെ പോകുമ്പോൾ അവിടെ ഉള്ള എല്ലാവർക്കും ഞങ്ങൾ തമിഴ് പത്രം കൊടുക്കും. അവർ ചിലവർ വേണ്ടെന്ന് പറയും, അവർക്ക് ഞങ്ങൾ കൊടുക്കത്തില്ല. കൊടുത്തിട്ട് ഞങ്ങൾ പറയും കളയണ്ട, വായിച്ചാൽ മാത്രം മേടിച്ചോ, വായിക്കുവാണെങ്കിൽ മൊത്തം എത്തിക്കോ, അല്ലെങ്കിൽ തിരിച്ച് ഞങ്ങൾ എടുത്തോളാൻ പറയും. അപ്പോൾ അങ്ങനെ പത്രം എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കും. പ്രെയർ ലൈഫ് രാവിലെ ഡെയിലി ബ്രെഡ് എപ്പോഴും രാവിലെ 5:30 മണിക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഞങ്ങൾ എണീച്ച് കൂടും. പിന്നെ ആഴ്ചയിൽ അച്ഛൻ്റെ പ്രാർത്ഥനയെല്ലാം കൂടും. ഞായറാഴ്ചയിൽ പള്ളിയിൽ പോവും. എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോവും. കുടുംബ പ്രാർത്ഥന വീട്ടിൽ വൈകുന്നേരത്തിൽ ഞങ്ങൾ ചൊല്ലും. ബൈബിൾ വായിക്കും 6 മണിക്കൂർ. റെഗുലറാக കുമ്പസാരിക്കും. എല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയതിന് പരിശുദ്ധ മാതാവുക്കും ദൈവത്തിന് നന്ദി. ഇനിയും മുന്നോട്ട് ഇല്ല, ഇനി ഇത് മുതൽ ഞങ്ങൾ എല്ലാം പ്രാർത്ഥനയിലാണ്. ഞങ്ങൾ ഇപ്പോൾ എല്ലാ വർഷവും ഇവിടെ റാലിക്ക് വരും, എല്ലാ പ്രാർത്ഥനയ്ക്ക് കൂടും. ഇനി നമ്മൾ മാതാവ് സന്തോഷമായിട്ട് ഞങ്ങളെ വച്ചിരിക്കുന്നു പറഞ്ഞ് ഭയങ്കര ഉറപ്പുണ്ട്. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37, 4-5 വചനങ്ങളാണ്. ഉടമ്പടി ഒരു വിളിയാണ്, ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ഒരു സമർപ്പണം. കർത്താവിൽ ആനന്ദിക്കാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാനുമുള്ള ഒരു വിളി. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളുമെല്ലാം ഓൾ സറണ്ടർ ടു ഗോഡ് ഇൻ ഉടമ്പടി. എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുള്ള ഒരു വിശ്വാസ ജീവിതമാണ് ഉടമ്പടി. ദൈവത്തിൽ ആനന്ദം കൊള്ളുമ്പോൾ, ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാകും. ഉടമ്പടി ജീവിതം തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഭയമില്ലാതാകും. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ദൈവമാണ്. നമ്മെ സംരക്ഷിച്ച് നമ്മെ വഴി കാട്ടി നടത്തുന്ന ഒരു അമ്മയാണ് കൃപാസനം അമ്മ. എലിസബത്തും റെക്സും കുടുംബാംഗങ്ങളും മക്കളും
പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് 10 വർഷമുണ്ടായിരുന്ന തൈറോയ്ഡ് എന്ന അസുഖമാണ്. ഡോക്ടർ പറഞ്ഞത് ജീവിതകാലം മുഴുവനുള്ള ട്രീറ്റ്മെൻറ്റാണ്, മരുന്ന് കഴിക്കണമെന്നാണ്. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി തേനും തേച്ച് ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തൈറോയ്ഡ് എന്ന അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 1 അല്ല 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിപ്പോൾ അത് കൺഫേം ആയതാണ് തൈറോയ്ഡ് എന്ന അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയെന്ന്. അത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹമാണ് ഈ അസുഖത്തിൽ നിന്നുള്ള സൗഖ്യം. പിന്നീട് പറഞ്ഞത് മോൻ്റെയും മകളുടെയും കാര്യമാണ്. മകന് പഠിത്തം കഴിഞ്ഞ്, അതായത് ബിടെക് IT കഴിഞ്ഞ്, മോളുടെ കാര്യമാണ്. ബിടെക് IT കഴിഞ്ഞ് കാനഡയ്ക്ക് പോകാനായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം, ബുദ്ധിമുട്ടുകൾ കാരണം സ്വന്തം അച്ഛന് ആ ആഗ്രഹം നിറവേറ്റാൻ സാധിച്ചില്ല. പിന്നീട് പരിശുദ്ധ അമ്മയോട് തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ തന്നെ ഇവരുടെ കാര്യത്തിൽ ഇടപെടുകയാണ് ഒരു സിയോയുടെ രൂപത്തിൽ. അതും വഴിയിൽ വെച്ച് പോകുന്ന വഴിയിൽ വെറുതെ സിയോ ചോദിക്കുകയാണ് മകൻ എന്തെടുക്കുകയാണ് എന്ന്, മകൾ എന്തെടുക്കുകയാണ് എന്ന്. അപ്പോഴാണ് പറയുന്നത് മകളുടെ ആഗ്രഹവും അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കാത്ത അവസ്ഥയും അച്ഛൻ പറഞ്ഞപ്പോൾ സിയോ തന്നെ ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ സഹായിക്കാം 50%. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കർത്താവിൽ ആനന്ദിക്കാനുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ്. നമ്മൾ ആരുമില്ല, എങ്ങനെ മുന്നോട്ട് പോകും, ഒരു വഴിയില്ല എന്ന് തോന്നുമ്പോൾ അമ്മയുടെ ഇടപെടൽ ഇങ്ങനെയൊക്കെയാണ്. ഓരോ വ്യക്തികളിൽ കൂടെ, പല സാഹചര്യങ്ങളിൽ കൂടെ. അങ്ങനെ ആ സിയോയിൽ കൂടെ ഇവരുടെ കാര്യത്തിൽ ഇടപെടുകയും മകൾക്ക് പഠിക്കുവാൻ പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുമെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകളിപ്പോൾ MSc ഫൈനൽ ഇയർ പഠിക്കുകയാണ്. ഓഫർ ലെറ്ററും വിസയും എല്ലാം റെഡിയാക്കി കൊടുത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇന്ന് വന്നിരിക്കുന്നത്. മോൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. BE ഇലക്ട്രോണിക് കഴിഞ്ഞിട്ട് 1 വർഷത്തോളം ജോലിക്ക് വേണ്ടി കാത്തിരുന്നു. അവിടെയും ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റ് എന്ന് വെച്ചാൽ 1 വർഷത്തോളം കാത്തിരുന്നു. മെറിറ്റില്ലാത്ത സമയത്ത് അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലാണ്. പെട്ടെന്ന് തന്നെ ഒരു ജോലി ശരിയാവുകയാണ്. പള്ളിയിൽ വച്ച് ഡിസംബർ 7-ാം തീയതി, അതും ഡിസംബർ 7 പരിശുദ്ധ അമ്മയുടെ ദിവസമാണ്. പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നപ്പോഴൊരു ഫോൺ വരികയാണ്. അത് അമ്മ തന്നതെന്നുള്ള ഒരു വലിയ അടയാളമാണ്. ഈ മകനൊരു ഒരു ഹൈ സാലറിയിൽ നല്ലൊരു കമ്പനിയിലേക്കാണ് ജോലി ലഭിച്ചത്. ഡിസംബർ 7 എന്ന നമ്പറിൽ ഡേറ്റിൽ വന്നെങ്കിൽ അത് അമ്മയുടെ ഒരു ഗിഫ്റ്റാണ്. അമ്മയുടെ ഒരു ഇടപെടലിൽ കൂടിയാണ് ഈ മകനിന്ന് നല്ലൊരു ജോലി ലഭിച്ചത്. ഈ മകൾക്കുള്ള ജോലിയുടെ കാര്യവും പറഞ്ഞത്, പഠിത്തത്തിൻ്റെ കാര്യവും പറഞ്ഞത് ജഖണ്ഡ ജോമാല റാലിക്ക് ശേഷമാണ് ഈ 2 കാര്യം, മകൻ്റെ കാര്യവും മകളുടെ കാര്യവും എല്ലാം സാധിച്ചു കിട്ടിയതെന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെ അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൈവമാണ്. നിൻ്റെ ജീവിതം കർത്താവിന് ഭരം ഏൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടെ നിന്നെല്ലാം നോക്കിക്കൊള്ളുമെന്നാണ് സങ്കീർത്തനം 37 പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അവിടത്തോട് ചേർത്ത് നിൽക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വഴികളും ഭാവിയും കർത്താവിനെ ഏൽപ്പിക്കാം. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എലിസബത്തിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.